നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു മോശം ഒരാൾ പറഞ്ഞപ്പോൾ മോശം പറഞ്ഞു. ഒരു വ്യക്തി നബിയോട് മോശം പറഞ്ഞു, നബിയെക്കുറിച്ച് പറഞ്ഞു. പിന്നെ അവനായിട്ട് ചങ്ങായിത്തം കിട്ടരുത്. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. മുസ്ലിങ്ങളെ കൂട്ടത്തിലുണ്ട് ഈ കൊടിയത്തൂർ. ഇന്ന് അഹമ്മദ് മരിച്ച ആ കൊടിയത്തൂരിൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിസാരപ്പെടുത്തുന്ന ആളുകളുണ്ട്. എനിക്ക് ബന്ധമുള്ള ചില ആളുകളുണ്ടായിരുന്നു, എന്നോട് ബന്ധമുള്ള. ഞാൻ അവരെ പേരെന്നെ ബ്ലോക്കാക്കി എൻ്റെ മൊബൈലിൽ നിന്ന്. അള്ളാഹു റസൂൽ ചെറുതാക്കുക, അള്ളാഹു റസൂൽ ചെറുതാക്കുന്ന മുസ്ലിമീങ്ങൾ ബാങ്ക് കൊടുത്ത നിസ്കാര പള്ളിയൊക്കെ പോയും. അങ്ങനത്തെ മുസ്ലിമീങ്ങൾ ഈ കൊടിയത്തൂരുണ്ട്. ചിന്തിക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ എൻ്റെ കൽബിൻ്റെ ഉള്ളിലെടുത്ത് കയറിയോ? അതിനേക്കാൾ നിൻ്റെ പെണ്ണുങ്ങൾ നാളെ എൻ്റെ കൽബിലെങ്കിൽ ഇജ്ജ് മുസ്ലിമല്ല, ഇജ്ജ് മൂമിനല്ല. മുസ്ലിമാണ്, പ്രത്യക്ഷത്തിൽ മുസ്ലിമാണ്, ഇജ്ജ് മൂമിനല്ല. എൻ്റെ പെണ്ണുങ്ങൾക്കാണ് നിനക്ക് സ്ഥാനം കൂടിയത് നബിയേക്കാൾ. അപ്പോൾ ഇജ്ജ് മൂമിനാവില്ല. ഏത് കൊള്ളിക്കാന അബാവുക്കും അബ്നാവുക്കും وإخوانكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله. حبيب خليل تم معنى وصورة وصفا وذاتا خير مأوى ومرصد تكامل فيه الحسن غيبا ومشهدا فليس كطه المصطفى عند مشهدي وأثنى عليه ربنا بكلامه فأعيا بليغ دونه يد مسندي ويكفيه مدحا ذاته وصفاته محمد فعل الحمد من حمد أحمد عليه وآل الصدق على صلاته كذا من براه الشوق نحو محمد തക്കാമല ഫീഹി. ആ നബിയിൽ പൂർത്തിയായിട്ടുണ്ട് അൽ ഹുസ്നു, എല്ലാ നന്മയും. ഗൈബൻ, ഗൈബിലും വമഷഹദൻ, വമഷഹദിലും, ഹുളൂറിലും ഗൈബത്തിലും എന്നർത്ഥം. ഗൈബിലും എന്നാൽ ഹുളൂറിൽ, സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലുമെല്ലാം എല്ലാ നന്മയും പൂർത്തിയായ ഒരർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളും തമ്മിൽ എത്രയോ വർഷത്തെ അകലമുണ്ട്. എന്നാലും ആ നബി ചെയ്തതുപോലത്തെ ഒരു ഗുണം, ഒരു നന്മ ഒരാളും നമുക്ക് ചെയ്തിട്ടില്ല. നമ്മുടെ ബാപ്പയില്ല, നമ്മുടെ ഉമ്മയില്ല, ആരുമില്ല. ഫലൈസ കതാഹൽ മുസ്തഫ, മുസ്തഫ നബിയെപ്പോലെ ഇല്ല. ഇൻദ മഷഹദിൻ, നിൻ്റെ ഹുളൂറിൽ പോലും ഒരാൾ വേറെയില്ല, നബിയെപ്പോലെയില്ല. അള്ളാഹുവിൻ്റെ റസൂലിനെ പോലെ നിനക്ക് ഉപകാരം ചെയ്താൽ നിൻ്റെ തൊട്ടുമുന്നിൽ പോലും ഒരാളില്ല. നിൻ്റെ തൊട്ടുമുന്നിൽ നിൻ്റെ മഷഹദ്, നിൻ്റെ തൊട്ടുമുന്നിൽ നിൻ്റെ ഭാര്യയുണ്ട്. ആ ഭാര്യ മുസ്തഫ നബി ചെയ്തതുപോലത്തെ ഒരു ഉപകാരം നിനക്ക് ചെയ്തിട്ടില്ല, ഇനി ചെയ്യാനുമില്ല, ആരും ചെയ്തിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയുന്ന രഹസ്യമാണത്. അള്ളാഹു നബിയിലൂടെയാണ് എല്ലാം പൂർത്തിയാക്കിയത്. എന്താണ് അങ്ങനെ? അള്ളാഹു അഅലം, നമുക്കൊന്നും അറിയൂല. നമ്മൾ വിവരമില്ലാത്ത ആളുകളാണ്. നമുക്കൊരു വിവരമില്ല. നമ്മൾ വെറുതെ പറയാൻ വിവരമുണ്ട്, വിവരമില്ല. ഫലൈസ കത്വാഹൽ മുസ്തഫ, മുസ്തഫായ നബി ത്വാഹ നബിയെപ്പോലെയില്ല. ഇൻദ മഷഹദിൽ, ഹുളൂറിൽ പോലും ഒരാളില്ല. നിൻ്റെ സന്നിധിയിൽ, നിൻ്റെ മുന്നിൽ, തൊട്ട് മുന്നിലുള്ള ഒരാൾ നബിയെപ്പോലെയില്ല. നബിയെപ്പോലെ ഒരാളും ഇല്ല. ഒരാളും നബിയെപ്പോലെ ഒരു ഉപകാരി, ഒരു സ്നേഹി, ഒരു ഉപകാരി കണ്ടെത്താൻ കഴിയൂല. അത് കണ്ടെത്തുമ്പോൾ നമ്മൾ മുഅ്മിനാവും. അത് കണ്ടെത്താൻ കഴിയൂല. അത് കണ്ടെത്തൽ മുഅ്മിനുകൾക്ക് മാത്രം കഴിയും. മുഅ്മിനായ ആളാണ് അത് കണ്ടെത്തുക. മുഅ്മിനായ ആളത് കണ്ടെത്തും, നബിയെപ്പോലെ ഒരാളില്ല. അപ്പോൾ നമ്മൾ മുഅ്മിനാവും. അത് കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞോ നമ്മൾ മുഅ്മിനാവും? ഇല്ലേ? നബിയോട് നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്നു, അപ്പോൾ ഉറപ്പാണ് നിങ്ങളുടെ ഉള്ളിൽ പിശാച് കയറിയിട്ടുണ്ട്. കാത്തുരക്ഷിക്കട്ടെ. മനുഷ്യൻ്റെ ഉള്ളിൽ പിശാച് കയറും. നബിയോട് വിരോധം തോന്നും, അത് പിശാചാണ്. ഇതിൻ്റെ ഉടനെ ചികിത്സിക്കണം, ഉടനെ ചികിത്സിക്കണം. അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് ഒരു ചെറിയ കമ്മി ഒരാൾക്ക് തോന്നിയാൽ ഉടനെ ചികിത്സിക്കണം. കാരണം ഇപ്പോൾ അയാൾ നേരായ നിലക്കല്ല, അയാൾ പേച്ചു പോയതാണ്. പേക്കുക എന്ന് പറഞ്ഞാൽ വ്യക്തിക്കത് അറിയൂല, വ്യക്തിക്കറിയില്ല. ഒരു ലേഖനം നമ്മൾ മാതൃഭൂമിക്ക് അയച്ചു, അവരത് വെട്ടിയിട്ട് തിരിച്ചയച്ചാൽ നമുക്ക് ആ എഡിറ്ററോട് നമുക്ക് അയാളല്ലേ അഹങ്കാരിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് തോന്നും. എന്താ കാര്യം? കാരണം നമ്മളെ ലേഖനത്തിൻ്റെ കുറവാണ്.
അതേസമയത്ത് നമ്മുടെ വളവ് കൊണ്ടാണ് നമ്മൾ പിഴവാണ് ചെയ്തതെന്ന് മാത്രമല്ല, അത് പിഴവാണെന്ന് അംഗീകരിക്കാനുള്ള മനസ്സില്ലായ്മയാണ് നമ്മളവിടെ കാണിച്ചത്. നമ്മുടെ ഉള്ളിൽ വളവ് കയറിയിട്ടുണ്ട്. ആ വളവ് വീണ്ടും ലേഖനെ നന്നാക്കി അയച്ചു, വീണ്ടും വെട്ടി. അപ്പോൾ പിന്നെ അയാളെ നമ്മൾ ചീത്തറിയും. കുറേ അയച്ച അവസാനം അയാൾ വെട്ടിയിട്ട് ഒരു കാൽഭാഗം അതിന് കൊടുക്കും. അപ്പോൾ ചെറിയ സന്തോഷം തോന്നുമെങ്കിലും അപ്പോഴും ദേഷ്യം തോന്നും. പിന്നെ അതൊക്കെ കുറേ പല വട്ടമാകുമ്പോൾ പിന്നെ അതിൻ്റെ പകുതി കൊടുക്കും. പിന്നെ ലേഖനം പൂർണ്ണമായി കൊടുക്കും, അവിടെ ഇവിടെ ഓരോ അക്ഷരം തിരുത്തും. പിന്നെ അതുമല്ല, പിന്നെ എഴുതിയത് അങ്ങനെ തന്നെയാണ് കൊടുക്കും. ഇപ്പോൾ നീ എഴുത്തുകാരനാണ്. അതുവരെ നിനക്ക് അയാളോട് ദേഷ്യം. പിന്നെ നിന്നെ മാതൃമിൻ്റെ എഡിറ്ററായി വിളിക്കും. പിന്നെ അതിനോടത്ത് എഡിറ്ററാവും. പിന്നെ അവിടെ വരുന്ന നീ വെട്ടാൻ തുടങ്ങും. അപ്പം എന്നോട് മറ്റുള്ളവർ ദേഷ്യം പിടിക്കും. എന്തുകൊണ്ട്? ഇപ്പോൾ നീ പൂർണ്ണനായ എഴുത്തുകാരനാണ്, അപ്പം മറ്റേ എഴുത്തുകാരനല്ല, അവനെ നീ വിട്ടാണ് എന്നതുപോലെ ഒരു മനുഷ്യൻ്റെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ നബിയെക്കുറിച്ച് അവൻ്റെ മനസ്സ് നേരെ നിൽക്കലാണ്. നിസ്കാരം നോമ്പിലും തെറ്റാതിരിക്കലല്ല. അതാരും മാധവനെ ഏൽപ്പിച്ചാൽ മാധവൻ നിസ്കരിക്കും. ഒരു മാധവൻ്റെ പേര് മാറ്റാതെ കെലിമയൊന്നും ചെല്ലാതെ മാധവനെ നിസ്കാരം പഠിപ്പിച്ചാൽ മാധവൻ നിസ്കരിക്കും. നീ AI നിസ്കാരം പഠിപ്പിക്കണ കാലം വരാൻ പോവുകയാണ്. വന്നിട്ടുണ്ടാവും ഇപ്പം തന്നെ. AI മുസ്ലിം അല്ലല്ലോ, AI മുഅ്മിനല്ലല്ലോ. അത്രേ ഇതിനൊക്കെ അർത്ഥമുള്ളൂ. ഒരാൾ നിസ്കരിച്ചതുകൊണ്ട് അയാൾ നേരെയാവില്ല, നോമ്പ് വെച്ചതുകൊണ്ട് നേരെയാവില്ല. അയാളുടെ ഉള്ളിൽ നബി പൂർണ്ണനാണെങ്കിൽ അയാൾ നേരെയാവും. നബിക്ക് കമ്മിയുണ്ടെങ്കിൽ അയാൾ പേച്ചു. നബി എന്ന സ്കെയിലാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. സ്കെയിൽ നബിയാണ്. നബി അത് ചെയ്തത് ശരിയായില്ല, അപ്പോൾ നീ കാഫിറായി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നബി ആയിഷ ബീവിനെ കെട്ടാൻ പാടില്ലായിരുന്നു, അപ്പം ഈ കാഫിറായി. അപ്പം ഈ കാഫിറാണ്. നബി സെയ്ദ് റളിയല്ലാഹു അൻഹു വളർത്തുമകൻ്റെ മകൾ സൈനബ് ബിൻത് ജഹ്ഷിനെ നബി കെട്ടാൻ പാടില്ലായിരുന്നു. അതിൻ്റെ പേരിൽ എന്തൊക്കെ പൊല്ലാപ്പാണ് ഇപ്പം ഉണ്ടായത്. എത്ര പെണ്ണുങ്ങളുണ്ടായി നാട്ടിൽ. ഇപ്പം ഈ കാഫിറാണ്. ഒരു പൂർണ്ണതയിലല്ലാത്തൊരു കാര്യം നബി ചെയ്തിട്ടില്ല. ഒരു പൂർണ്ണത ഫിറ്റ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരു കെട്ടിടമുണ്ടാക്കി. ആ കെട്ടിടത്തിൽ അമ്പിയാക്കന്മാർ ഓരോ ഇഷ്ടികയും വെച്ചു. അവസാനം ഞാൻ വന്നു. ഫഅഖദ്തു ലബിനതൻ വവളഅതുഹാ ഫതകമല ഫീഹിൽ ഹുസ്നു. ഞാനൊരു ഇഷ്ടിക വെച്ചപ്പോൾ ആ കെട്ടിടം പൂർണ്ണമായി, അത് സുന്ദരമായി. ആ ഇഷ്ടികയാണ് ഞാനെന്ന് മുഹമ്മദ് മുസ്തഫ. ആ ഇഷ്ടിക അവിടെ വെച്ചിട്ടില്ലെങ്കിലോ അതിനൊരു പൂർണ്ണതയില്ല. അമ്പിയാക്കൾ ഉണ്ടാക്കിയെടുത്ത കെട്ടിടത്തിൻ്റെ സമ്പൂർണ്ണമായി അതുവരെ ആ കെട്ടിടത്തെ കുറ്റം പറഞ്ഞവരെല്ലാം ആ ഇഷ്ടിക വന്നപ്പോൾ അത് മനോഹരമാണെന്ന് പറഞ്ഞു. ആ ഇഷ്ടിക ഞാനാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നബി. വലിയൊരു കമ്മിയില്ല. സൈനബ് ബിൻത് ജഹ്ഷിന് നബി കെട്ടൽ നിർബന്ധമാണ്. വളർത്തുമകൻ്റെ ഭാര്യയല്ലേ? അതെ, പക്ഷെ കെട്ടൽ നിർബന്ധമാണ് അവിടെ. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. യുദ്ധം ചെയ്യൽ നബിക്ക് നിർബന്ധമാണ്, അങ്ങനെ മനസ്സിലാക്കേണ്ടത്. നബി നിർബന്ധ കാര്യമൊക്കെ നിർബന്ധമാണ്. നബി ചെയ്തതൊക്കെ നിർബന്ധമാണ്, എല്ലാം നിർബന്ധമാണ്. നബി നിർബന്ധമല്ലാത്തൊരു കാര്യം നബി ചെയ്തിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്ന് മൂത്രിച്ചിട്ടുണ്ട്, അത് നിർബന്ധമാണ്, അത് ശരിയാണ്, ശരിയാത്ത് വിശദീകരിക്കലാണ്. ഇല്ലെങ്കിൽ നമുക്ക് നിന്ന് മൂത്രിക്കാൻ പറ്റൂല. കുഴങ്ങിയാൽ നിന്ന് മൂത്രിക്കാലോ. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് മൂത്രിച്ചിട്ടുണ്ടെന്നാണ് കാരണം. അപ്പം നബിക്ക് എല്ലാം കൃത്യമാണ്. അതിലെവിടെയെങ്കിലും നമുക്കൊരു മിസ്റ്റേക്ക് തോന്നിയാൽ നമ്മളെ ഈമാനിലാണ് അവിടെ പിഴവുള്ളത്. മനസ്സിലാവുണ്ട് പറഞ്ഞത്? സ്കെയിലിനെ ആക്ഷേപിക്കണ്ട, വരി തെറ്റും. ഇനി സ്കെയിലിനനുസരിച്ച് വരച്ചോ, അത് അവിടെയാണ് പറയുന്നത്. തകാമല ഫീഹിൽ ഹുസ്നു ഗൈബൻ വമഷ്ഹദൻ. സാന്നിധ്യത്തിലും സാന്നിധ്യത്തിലും ഭംഗി പൂർത്തിയായ, നന്മ പൂർത്തിയായ ആളാണ് മുഹമ്മദ് മുസ്തഫ. തകമല ഫീഹി, നബിയിൽ പൂർണ്ണമായിട്ടുണ്ട് അൽ ഹുസ്നു, എല്ലാ അഴകും എല്ലാ നന്മയും എല്ലാ ഗുണവും. ഹൈബൻ അസാന്നിധ്യത്തിലും വഹുദൂറൻ സാന്നിധ്യത്തിലും മഷദൻ സാന്നിധ്യത്തിലും.
സാന്നിധ്യത്തിൽ നബിയെ പോലെ ഒരാളില്ല. ഇനി ഒരു സാന്നിധ്യത്തിൽ ഉണ്ടാവില്ല, ഒരാളും ഇല്ല. ഉമ്മയാണ് നബിയെക്കാളും നല്ലതെന്ന് തോന്നിയാൽ നിനക്ക് തോന്നുന്നുണ്ടോ? ഇജ്ജ് കാഫിറാണ്. പാപ്പയാണ് നബിയേക്കാൾ നല്ലതെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇജ്ജ് കാഫിറാണ്. UDF പ്രസിഡന്റാണ്, ചെയർമാനാണ്, നബിയേക്കാൾ നല്ല ആളെന്ന് തോന്നിയോ? ഇജ്ജ് കാഫിറാണ്. ലീഗിൻ്റെ പ്രസിഡന്റാണ് മഹാൻ എന്ന് നിനക്ക് തോന്നിയോ? ഇജ്ജ് കാഫിറാണ്. കോൺഗ്രസിൻ്റെ പ്രസിഡന്റാണ് ഏറ്റവും മഹാൻ തോന്നിയോ? ഇജ്ജ് കാഫിറാണ്. എൻ്റെ അമ്മോശാക്കാൻ്റെ അത്ര നന്മ ഒരാളില്ല എനിക്ക് തോന്നിയോ? ഇജ്ജ് കാഫിറാണ്. അപ്പോഴൊക്കെ എനിക്ക് വളവുണ്ട്. അവിടെ നിന്നൊക്കെ നീ പോന്നിട്ട് അവരുടെ എല്ലാം കമ്മി നീ കണ്ടെത്തണം. നബിയിൽ പൂർണ്ണത കണ്ടെത്തണം. അവർക്കൊക്കെ കമ്മി ഉണ്ടാവും. കമ്മില്ലാത്തൊരാൾ മുഹമ്മദ് മുസ്തഫ. നബി ഇരുന്നാൽ അതാണ് ഇരുത്തത്തിൻ്റെ പൂർണ്ണത. നബി നടന്നാൽ ആ നടത്തമാണ് നടത്തത്തിൻ്റെ പൂർണ്ണത. നബി കിടന്നാൽ അതാണ് കിടത്തത്തിൻ്റെ പൂർണ്ണത. നബി ചങ്ങായിത്തം കിട്ടിയാൽ അതാണ് ചങ്ങായിത്തത്തിൻ്റെ പൂർണ്ണത. നബി ഒഴിവാക്കിയാൽ അതാണ് ഒഴിവാക്കലിൻ്റെ പൂർണ്ണത. അങ്ങനെ എല്ലാം അങ്ങനെയാണ്. എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം. ഇനി അതിലൊന്നുമില്ല. നബി സ്കെയിലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു സ്കെയിൽ ലോകത്ത് ഇല്ല. അപ്പം അവിടെയൊക്കെ നമ്മൾ എത്തുമ്പോഴാണ് നമ്മൾക്ക് ഈമാൻ ഉണ്ടാവുന്നത്. എന്നിട്ട് അതിൽ ലയിക്കണം. അതാണ് ഈമാൻ്റെ പൂർണ്ണത. അവിടേക്ക് നമ്മൾ എത്തിയാൽ നമുക്ക് ഈമാൻ തുടങ്ങി. നിസ്കരിച്ചാൽ ഈമാൻ തുടങ്ങൂല, നോമ്പോറ്റാൽ ഈമാൻ തുടങ്ങൂല. അതൊക്കെ നാട്യങ്ങൾ മാത്രമാണ്. ഒന്നും ഈമാൻ തുടങ്ങൂല. ഇതുണ്ടായിട്ട് നിസ്കരിച്ചാൽ ക്ലിയറായി. നിസ്കരിച്ചില്ലയോ? നിസ്കരിക്കണ്ട. അതിൻ്റെ അർത്ഥങ്ങൾ പറഞ്ഞ് നിസ്കരിക്കേണ്ടതൊന്നും അല്ല. ഒരുത്തൻ നിസ്കരിച്ചില്ല എങ്കിൽ ഒരുത്തൻ നിസ്കരിച്ചില്ല, അവൻ സുന്നത്ത് മറ്റൊന്നും നിസ്കരിക്കില്ല. അതേ സമയത്ത് അള്ളാഹു റസൂലും എൻ്റെ കൽബിൽ പൂർത്തിയാണോ? അവിടെയാണ് വിഷയം. നമ്മൾ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഖിശ്റിയാത്തിന് നമ്മൾ ആയുസ് നമ്മൾ കളഞ്ഞു. ഇതിനൊന്നും അർത്ഥം നിസ്കരിക്കരുത്, നോമ്പൊരിക്കരുത്, റഹ്മത്തുള്ള പറഞ്ഞു എന്നല്ല. അത് പൂർണ്ണതയാണെന്ന് നീ വിചാരിക്കണ്ട. ഒന്നും പൂർണ്ണതയല്ല. അതൊക്കെ നാട്യാണ്. ഇത് നിൻ്റെ കൽബിൻ്റെ ഉള്ളിൽ നബി കയറി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു മോശം ഒരാൾ പറഞ്ഞപ്പോൾ മോശം പറഞ്ഞു. ഒരു വ്യക്തി നബിയോട് മോശം പറഞ്ഞു, നബിയെക്കുറിച്ച് പറഞ്ഞു. പിന്നെ ഓനായിട്ട് ചങ്ങായിത്തം കിട്ടരുത്. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. മുസ്ലിങ്ങളെ കൂട്ടത്തിലുണ്ട് ഈ കൊടിയത്തൂര്. ഇന്ന് അഹമ്മദ് മരിച്ച ആ കൊടിയത്തൂരിൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിസാരപ്പെടുത്തുന്ന ആളുകളുണ്ട്. എനിക്ക് ബന്ധമുള്ള ചില ആളുകളുണ്ട്, എന്നോട് ബന്ധമുള്ള. ഞാൻ അവരെ പേരെന്നെ ബ്ലോക്കാക്കി എൻ്റെ മൊബൈലിൽ നിന്ന്. അള്ളാഹുവിൻ്റെ റസൂൽ ചെറുതാക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ ചെറുതാക്കുന്ന മുസ്ലിമീങ്ങൾ ബാങ്ക് കൊടുത്താൽ നിസ്കാരം പള്ളിയൊക്കെ പോയും. അങ്ങനത്തെ മുസ്ലിമീങ്ങൾ ഈ കൊടിയത്തൂരുണ്ട്. ചിന്തിക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ എൻ്റെ കൽബിൻ്റെ ഉള്ളിലട് കയറിയോ? അതിനേക്കാൾ നിൻ്റെ പെണ്ണുങ്ങൾ നാളെ എൻ്റെ കൽബിലെങ്കിൽ ഇജ്ജ് മുസ്ലിമല്ല, ഇജ്ജ് മൂമിനല്ല. മുസ്ലിമാണ്, പ്രത്യക്ഷത്തിൽ മുസ്ലിമാണ്, ഇജ്ജ് മൂമിനല്ല. എൻ്റെ പെണ്ണുങ്ങൾക്കാണ് നിനക്ക് സ്ഥാനം കൂടിയത് നബിയേക്കാൾ. അപ്പം ഇജ്ജ് മൂമിനാവൂല. ഏത് കൊല്ലിൻകാന അബാവുക്കും അബ്നാവുക്കും وإخوانكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره. നിങ്ങൾ കാത്തിരുന്നോളി. ഏതാ സൂറത്ത്? വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അത്തരം തമ്മാടികൾക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കൂല. ആരവിടെ തമ്മാടി? നബിയേക്കാൾ ബാപ്പനെ സ്നേഹിച്ചോ തമ്മാടി? പറ. നബിയേക്കാൾ സ്നേഹിച്ചു ആരെ? ബാപ്പാനെ സ്നേഹിച്ചവൻ ആരാണവിടെ? തമ്മാടിയാണടാ. പക്ക തമ്മാടി. തമ്മാടി എന്ന് അള്ളാഹ് പറഞ്ഞിട്ട് എനിക്ക് പറയാതിരിക്കണം. ബാപ്പാനെ സ്നേഹിച്ചവൻ, ഉമ്മാനെ സ്നേഹിച്ചവൻ തമ്മാടി. ഒന്ന് നിസ്കരിക്കുന്നുണ്ട് പക്ഷെ തമ്മാടി. എന്തേ? നിസ്കാരമുണ്ട്, ഹിദായത്തില്ല. മക്കളൊരാൾക്ക് ഇഷ്ടം വന്നു നബിയേക്കാൾ തമ്മാടി. ക്രോപ്പ് വെട്ടി വന്നു ഒരുത്തൻ. മകൻ ക്രോപ്പായി വെട്ടി പെരീക്കൊന്നു.
അപ്പോൾ ഇജ്ജ് എന്ത് പറഞ്ഞു? ഇന്നത്തെ കാലത്തിൻ്റെ രീതിയല്ലേ, ഇജ്ജ് മുഅ്മിനാവൂല. എന്തേ? അല്ലാഹു റസൂലിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത വെറുപ്പുള്ളതാണ് ക്രോപ്പ് വെട്ടൽ. റസൂലുള്ളാഹിക്ക് ഭയങ്കര ദേഷ്യ, തലമുടി ക്രോപ്പായി വിട്ടൽ റസൂലുള്ളാഹിക്ക് ദേഷ്യ. ഹൽ യഖൂഹു ജമീഅൻ വത്റുകുഹു ജമീഅൻ, ഒന്നിരിക്കൽ പൂർത്തിയായി വിട്ടുക, അല്ലെങ്കിൽ പൂർത്തിയായി നിർത്തുക, അല്ലാതെ അങ്ങനെ അത് നബിക്ക് ഇഷ്ടമില്ല. അപ്പോൾ ആ മകനോട് വെറുപ്പ് കാണിച്ചു, പോയി തിരിച്ചു പോയി ഒട്ടി വാ. അന്നത്തെ കാലത്തിൻ്റെ സ്ഥിതിയല്ലെന്ന് പറഞ്ഞാൽ ജോമിനാവില്ല. അത് നിനക്കൊരു സ്കെയിലുണ്ട്, ആ സ്കെയിൽ ആരാണ് അവിടെ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മകൻ വലത്തെ കൈയല്ലേ ഇടത്തെ കൈ കൊണ്ടാണ് കുടിക്കണത്, മകനല്ലേ, ഇന്നത്തെ കാലത്ത് കുട്ടികളല്ലേ എന്ന് പറയാൻ പറ്റില്ല. എന്തും കറി പാത്രത്തിലാവുന്ന എന്നെഴുതിച്ചാൽ ചില ആളുകൾ ഇടത്തെ കൈ കൊണ്ട് കുടിക്കുക. അത് ഈ വലിച്ചെറിയുന്ന പാത്രം അങ്ങനെ തന്നെ കുടിക്കും, ഒന്നും പറ്റില്ല. അത് അവിടുന്ന് വലിച്ചെറിയാണ്, എന്നാലും അത് ഇടത്തെ കൈ കൊണ്ട് കുടിക്കും. ഞാൻ ഈ ആഴ്ച കണ്ടിട്ടുണ്ട് അങ്ങനത്തെ മനുഷ്യന്മാർ. മറ്റേ പാത്രമാണ് എന്തേലും പറയാം. അതാണ് അപ്പുറത്തൊരു. ഇനി അതല്ല, അത് ഒറിജിനൽ ഗ്ലാസ് തന്നെയാണെങ്കിൽ എന്താ, അതിനവിടെ വെള്ളമുണ്ട്, ഒന്നാൾ ചോദിച്ചാൽ പോരെ. അള്ളാഹു സ്വന്തം ഇഷ്ടമില്ല. ഒരാൾ എൻ്റെ ഷിമാല് കൊണ്ട് ഇടത്തെ കൈ കൊണ്ട് കുടിച്ചാൽ ഫയശ്റബു മഅഹു ശൈത്താൻ, അവൻ്റെ കൂടെ പിശാചാണ് കുടിക്കാൻ മുസ്തഫ നബി പറഞ്ഞിട്ടില്ലേ? അള്ളാഹു റസൂൽ പറഞ്ഞത് എന്തിനെതിരാണ്? മനസ്സിലായില്ലേ? അവൾ ഇപ്പം സ്കെയിൽ നബിയാ, എല്ലാത്തും സ്കെയിൽ നബിയാ. അവിടേക്ക് ഈമാൻ കയറുന്ന ക്ലാസ്സായിട്ട് നബിയിലേക്ക് ഇങ്ങനെ ഒപ്പിച്ച് കൊണ്ടുവരണം. വേറെ ഒന്നിനും അർത്ഥമല്ല മക്കളെ, ഒന്നിനും വിലയില്ല. നബിക്ക് വിലയുള്ളൂ, നബിക്കേ വിലയുള്ളൂ. ചിലപ്പോൾ നബി ചെയ്തത്ര നീ ചെയ്തിട്ടുണ്ടാവില്ല, അത് നീ ഖേദിക്കും. അത് ഞാൻ ന്യായീകരിക്കണ്ട, ഖേദിക്കുക. അപ്പം എനിക്ക് കഴിയൂല, കഴിയാത്തതുകൊണ്ടാണ്. അത് ശരിയാണ്, കഴിയൂല. പല സൈസ് മണ്ണാണ്, നമ്മളെ മണ്ണൊരു മടിയം മണ്ണാന്ന് കൂട്ടിക്കോളി, ആയിക്കോട്ടെ, എന്നാലും അതിനെ ന്യായീകരിക്കണ്ട. മനസ്സിലാവണ്ട പറഞ്ഞു ചിന്തിക്ക്. പിന്നെ ഈ ആഴ്ച ഒരാളിനോട് ദാറുൽ ഖുർആൻ വന്നിട്ട് ചോദിച്ചു, നിസ്കരിക്കാത്ത ത്വരീഖത്തുണ്ടോ? നല്ല കൂട്ടരാണ്, ഉഷാറാണ്, പക്ഷെ നിസ്കരിക്കൂല. ഉറപ്പിച്ചാളാ, ജയിക്കൂടണ്ട. കാരണം അവസാനത്തെ വക്കത്തും നിസ്കരിച്ച് വഫാത്തായ മനുഷ്യൻ്റെ അനുയായിയാണ് ഈ. അപ്പം ഇജ്ജ് ഉറപ്പിച്ചോ? പേച്ചിട്ടുണ്ട്. ഒരു വ്യക്തി അല്പം നിസ്കരിച്ചിട്ടുണ്ടാവാതിരിക്കാൻ ആ വ്യക്തിക്ക് അതിൻ്റെ കാരണം ഉണ്ടാവും. ഒരു പ്രസ്ഥാനത്തിന് നിസ്കരിക്കാതിരിക്കാൻ കാരണമില്ല. മനസ്സിലായില്ലേ? ഒരു വ്യക്തി ആ വ്യക്തി അതിന് കാരണം ഉണ്ടാവും. അക്കൽ പോയതായിരിക്കും, പലത്തെ കാരണമായിരിക്കാം. ഒരു വ്യക്തി, ഒരു വ്യക്തി നിസ്കരിക്കാതിരിക്കുന്ന ആ വ്യക്തിക്ക് എന്തോ കാരണം ഉണ്ടാവും, പക്ഷെ പ്രസ്ഥാനത്തിന് കാരണമല്ല. നിസ്കരിക്കാത്ത ത്വരീഖത്തുകാരാണ്, അതൊക്കെ പിഴച്ച ത്വരീഖത്തുകൾ മാത്രമാണ്. അവരെ കൂട്ടത്തിൽ കൂടിപ്പോകരുത്. അള്ളാഹുവിൻ്റെ ഹബീബ് സമൂഹത്തിൽ പരക്കെ വിതരണം ചെയ്തത് ശരീഅത്താണ്, ത്വരീഖത്തല്ല. ശരീഅത്തിനേക്കാളും ത്വരീഖത്തിനെ മുന്തിക്കാൻ പാടില്ല. അടിസ്ഥാനം എന്നത് ശരീഅത്താണ് ദീന്. ഇത് ത്വരീഖത്ത് കിട്ടിയാലായി, കിട്ടിയില്ലെങ്കിൽ എന്താ? ത്വരീഖത്ത് കിട്ടിയില്ലെങ്കിൽ വരാൻ പോണ. ത്വരീഖത്തില്ലെങ്കിൽ ഇസ്ലാം എന്ന് പുറത്തോ എന്നൊക്കെ പറഞ്ഞ പമ്പര വിഡ്ഢികളുണ്ട്. അവരൊക്കെ പിഴച്ച കള്ളവാദികൾ മാത്രമാണ്. അടിസ്ഥാനം ശരീഅത്താണ്. ത്വരീഖത്ത് കിട്ടിയാൽ എന്ത്, കിട്ടിയില്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ത്വരീഖത്തുകാരുണ്ട്. അക്കൂട്ടത്തിൽ ഞാനില്ല. എനിക്ക് അടിസ്ഥാനം ശരീഅത്താണ്. ത്വരീഖത്ത് ഉണ്ടായാൽ അൽഹംദുലില്ലാ, അതൊരു പപ്പടം പോലെയാണ്. ചോറ്റയ്ക്ക് പപ്പടം കൂടി കിട്ടിയാൽ നല്ലതാണ്. നല്ല പപ്പടം, ഉഴുന്ന് പപ്പടമാണ്, പൊറാട്ട പപ്പടമാകരുത്. ത്വരീഖത്തുകൾ പപ്പടം മാത്രമാണ്. അത്രയേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളോട് ഞാൻ പറയാണ്. നല്ലതല്ലേ? നല്ലതാണ്. പക്ഷേ ആദ്യം എന്തുറപ്പിക്കണം? ശരീഅത്തുറപ്പിക്കണം. ശരീഅത്താണ് ദീന്. അത് അടിസ്ഥാനമാണ്. അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അതിനൊത്ത ത്വരീഖത്ത് കൂടിക്കോ, നല്ലതാണത്. ത്വരീഖത്തുകൾ നല്ലതല്ലേ? 100% നല്ലതാണ്. പക്ഷെ നിനക്ക് എന്ത് വേണം? ശരീഅത്ത് വേണം. അല്ലാഹു റസൂൽ എല്ലാവരോടും ചെയ്യാൻ കൽപ്പിച്ചത് എന്താണ്? ശരീഅത്താണ്. ഇപ്പോൾ നമ്മളൊരാൾ ഇവിടെ ഒരു വീട്ടുകാരി ഒരു ത്വരീഖത്ത് കൂടിയിട്ടില്ലെങ്കിൽ നമ്മളൊന്നും പറയില്ല.
അതേ സമയത്ത് നിസ്കരിക്കൂലെങ്കിൽ ആ വീട്ടിലേക്ക് നമ്മൾ പോകില്ല, പച്ചവെള്ളം കുടിക്കൂല. സത്യമല്ലേ? കാരണം അവർക്ക് എന്തില്ല, പറയേ ശരിയാത്തില്ല. ദീൻ എന്ന് പറഞ്ഞാൽ ശരിയാത്താണ്. അത് പറഞ്ഞ് മനസ്സിലായോ? ബാക്കിയൊക്കെ അൽഹംദുലില്ലാ എണ്ണ തേച്ച് കുളിക്കണമെങ്കിൽ ഒരു അരമണിക്കൂർ എണ്ണ തേച്ച് നിൽക്കുന്നത് നല്ലതാണ്. അത്രയേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കിയത് അത്രയാണ്. ശരിയാത്തുണ്ട് സ്വർഗത്ത് കിടക്കും. നമുക്ക് അള്ളാഹിനെ പൊരുത്തം തരട്ടെ. അതിനപ്പുറത്തേക്ക് പോകുന്ന വേണ്ട. ത്വരീഖത്ത് നല്ലതല്ലേ, 100 വട്ടം നല്ലതാണ്. പക്ഷെ എന്തു വേണം? ശരിയത്താണ്. ഞാൻ അഹമ്മദ് തിജാനി തങ്ങൾ ത്വരീഖത്തുകാരനാണ്. തിജാനിയത്തിൽ ശരിയാത്തില്ലാത്തൊരു വ്യക്തി ഉണ്ടാവില്ല, ഉണ്ടാകുകയില്ല, ഒരിക്കലും ഉണ്ടാവില്ല. ശരിയാത്തില്ലാത്തൊരു വ്യക്തി തിജാനിയത്തിലില്ല, ഉണ്ടാകാനല്ല, അത് അംഗീകരിക്കൂല. ലോകത്തൊരു ശരിയാത്തില്ലാത്തൊരു വ്യക്തി തിജാനിയത്തിലില്ല. ശരിയാത്താണ് അടിസ്ഥാനം. ശരിയാത്തില്ലാത്തൊരു ത്വരീഖത്ത് തിജാനിയത്ത് അംഗീകരിക്കൂല. അതാണ് എനിക്ക് ആ ത്വരീഖത്തിനോടുള്ള ഇഷ്ടവും അടിസ്ഥാനം ശരിയാത്താണ്. അതൊക്കെ മാർഗം കാട്ടിയത് ഹബീബ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ഞാൻ ഒപ്പിച്ചാൽ നന്നാവും. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. പിന്നെ വസ്ന അലൈഹി റബ്ബുന ബി കലാമിഹി ഫഅയാ ബലീഗുൻ ദൂനഹു യദ മുസ്നദി. വസ്ന അലൈ നബിയുടെ മേൽ പ്രശംസ ചൊരിഞ്ഞു റബ്ബുന നമ്മുടെ റബ്ബ് തന്നെയും ബികലാമി റബ്ബിന്റെ കലാമു കൊണ്ട്. നബിയെ പ്രശംസിച്ചത് നമ്മളല്ല, നബിയെ ഏറ്റവും പ്രശംസിച്ചത് അല്ലാഹു ആണ്. അവിടേക്ക് എത്താൻ നമുക്ക് കഴിയില്ല. അങ്ങനത്തെ ആളാ മുഹമ്മദ് മുസ്തഫ. വസ്ന അലൈ നബിയുടെ മേൽ പ്രശംസ ചൊരിഞ്ഞിരിക്കുന്നു റബ്ബുന നമ്മുടെ രക്ഷിതാവ് ബികലാമിഹി റബ്ബിന്റെ കലാമു കൊണ്ട്. ഇത്രയും സ്ഥലത്ത് പ്രത്യക്ഷത്തിൽ തന്നെ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഫാത്തിഹ സൂറത്ത് ഉമ്മുൽ ഖുർആനാണ്. അതിൻ്റെ ഒരു വായന ഒന്നാണെങ്കിൽ ഒരു വായന ഹംദുൻ നബിയിൽ മുസ്തഫ, മദ്ഹുൻ നബിയിൽ മുസ്തഫ, പുണ്യ റസൂലുള്ളാഹിനെ ഹംദ് ചെയ്തതാണ് ഫാത്തിഹ. അന്യ ഖുർആനും അതന്യ ഖുർആൻ. ഖുർആനിൽ പഠിക്കുന്ന ഒരാൾ പഠിച്ചാൽ, സൂക്ഷ്മമായി പഠിക്കുന്ന ഒരാൾ, അറിയേണ്ട ഒരാൾ അറിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മദ്ഹില്ലാത്തൊരു വാക്ക് ഖുർആനിലെ ഒരായത്തിലും ഇല്ല എന്ന് കണ്ടെത്താൻ കഴിയും. അത് കണ്ടെത്തലാണ് ഖുത്ബാനിയത്ത്. ഒരു ഖുത്ബ് അത് കണ്ടെത്തും. നമ്മളത്തോൾക്ക് അപ്പോഴത്തൊക്കെ ചെറുത് കിട്ടും. അല്ലാതെ അത് മാത്രമൊന്നുമല്ല. റബ്ബിന്നാസിൽ വരെയും മുസ്തഫാ നബിന്റെ മദ്ഹ് നീ കണ്ടെത്തുന്നുണ്ടോ? നീ ഖുത്ബാനിയത്തിന്റെ മഖാമെത്തി. ബിസ്മി മുതൽ എവിടെ നോക്കിയ റസൂലുള്ളാഹിന്റെ മദ്ഹ്, മുത്ത് മുഹമ്മദ് മുസ്തഫ. അത് മാത്രമേ ഉള്ളൂ. എവിടെയും ഒരു ആയത്ത് റസൂലുള്ളാഹിന്റെ മദ്ഹ് ഇല്ലാത്തൊരായത്തുണ്ടാവില്ല. അവിടേക്കാണ് എത്തണം. അല്ലാഹു തആല അതൊക്കെ വിശ്വസിക്കുന്നവരിൽ നമ്മളെ ചേർത്ത് തരട്ടെ. എത്തുന്നുള്ളതല്ല കുട്ടികളെ, അത് കണ്ടെത്തണം. എവിടെയും റസൂലുള്ളാഹി, അതെവിടെയും ഓരോ ആയത്തിലും ഹബീബ നബിയുണ്ട്, ഓരോ ആയത്തിലും ഹബീബ നബിയുണ്ട്, ഓരോ ആയത്തിലും. ഇപ്പോൾ ഭരണഘടനയുടെ ഓരോ വരിയിലും ഇന്ത്യയുടെ മഹത്വമുണ്ട്. അത് കണ്ടെത്തണം. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഓരോ വരിയിലും ഇന്ത്യയുടെ മഹത്വമുണ്ട്. ലോകത്തെ അതിപ്രധാനപ്പെട്ട ഭരണഘടനകളിലൊന്നാണ് ഇന്ത്യൻ ഭരണഘടന. അതൊരു മഹത്തായ ഭരണഘടനയാണ്. അതിൻ്റെ ഓരോ വരിയിലും ഇന്ത്യയുടെ മഹത്വം ഉണ്ടാവും. എന്നതുപോലെ അള്ളാഹു അബ്ദിന് തൻ്റെ അബ്ദായ മുഹമ്മദ് മുസ്തഫാക്ക് നൽകിയതാണ് ഖുർആൻ. അതിൽ ഇബാദില്ല, അബ്ദേ ഉള്ളൂ. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിന, എൻ്റെ സ്വന്തം അബ്ദ്. അങ്ങനെയാണ്, തൻ്റെ സ്വന്തം അബ്ദ്. അബ്ദിന അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. തൻ്റെ അബ്ദിനെ ഇറക്കി കൊടുത്തതാണ്. നമ്മളതിൻ്റെ മുന്തഫിയങ്ങൾ, ഉപകാരികൾ മാത്രമാണ്. നമുക്ക് ഇറക്കി തന്നല്ല, അബ്ദിനെ ഇറക്കി കൊടുത്തതാണ്. അബ്ദിനോടുള്ള ഇഷ്ടം കൊണ്ട് അബ്ദ് നമുക്ക് വിശദീകരിച്ചു. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം വയുഅല്ലിമുഹുൽ കിതാബ്. എന്നിട്ട് ആ കിതാബ് ആ അബ്ദ് പഠിപ്പിച്ചു തന്നു. അപ്പം നമ്മൾ നന്നായി, അബ്ദിനെത്തിയ നന്നായി. ചിന്തിക്കും. എവിടെയും ഖുർആനിൽ എവിടെയും റസൂലുള്ളാഹിന്റെ മദ്ഹേ ഉള്ളൂ. അതൊരു വൈനക്കല അലാ ഖുലുഖിൻ അളീമിൽ. ഇത് നാടനാണ്,
ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും, അതിലാണ് പിന്നെ മതികൾ. ഇപ്പോഴും ഇജ്ജ് നാടൻ തന്നെയാണ്. അവിടെയൊക്കെ നീ നാടനാണ്. ഇത് കുത്തുബ ഇജൊരു വലിയാകണമെങ്കിൽ അള്ളാഹു റസൂലിൻ്റെ വിളിച്ച ആ നൂറുൽ മുഹമ്മദി അത് ഓരോ ആയത്തിനൊക്കെ കാണാൻ കഴിഞ്ഞാൽ ഇജിപ്പോൾ ലൈന് തെറ്റി മേലൊക്കെ കയറി. ചിന്തിക്ക്, അള്ളാഹു റസൂലിനെയാണ് നീ കാണുന്നതെങ്കിൽ എന്തിനും ഒരു കണ്ണിൻ്റെ ഇമ വെട്ടുന്ന നേരം പോലും ഞാൻ നബിയെ കാണാതിരുന്നിട്ടില്ല എന്നാണ് അബുൽ ഹസൻ ഷാദുലി തങ്ങൾ പറഞ്ഞു. യാ സുബ്ഹാനല്ലാഹ്, മാ ഗാബ അന്നി റസൂലുള്ളാഹി തുർഫത ഐൻ. ഒരു കണ്ണിൻ്റെ ഇമ വെട്ടുന്ന നേരം നബി എന്നിൽ നിന്ന് മറഞ്ഞിട്ടില്ല. ഞാൻ എപ്പോഴും നബിയെ നോക്കുകയാണ്. അതാണ് അബുൽ ഹസൻ ഷാദുലി. ഇതേ അഭിപ്രായം അബുൽ അബ്ബാസിൽ മുർസി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഔലിയാക്കൾ ധാരാളം ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഒരു കണ്ണിൻ്റെ ഇമ വെട്ടുന്ന നേരം നബിയെ കാണാതിരുന്നിട്ടില്ല. ലൗ ഗാബ അന്നി റസൂലുള്ളാഹി തുർഫത ഐനിൻ മാ അദത്തു നഫ്സി മിനൽ മുസ്ലിമീൻ. ഏത് ചോളി മക്കളെ ആ വാക്ക് അത് അബുൽ ഹസൻ ഷാദുലി തങ്ങളുടെ വാക്കാണ്. ഇമാം ഷാറാനി തങ്ങൾ ഇവാഖത്തിലും മറ്റും ഉദ്ധരിക്കുന്നുണ്ട് ആ വാക്ക്. അബുൽ ഹസൻ ഷാദുലി തങ്ങളെ വാക്കാണ്. ഷാദുലി ഇമാമിനെ നിങ്ങൾക്ക് അറിയില്ലേ? ലോകം കണ്ട ഒരു ആൺകുട്ടിയാണ് അബുൽ ഹസൻ ഷാദുലി. അള്ളാഹു ഒരു ദർജയേറ്റി കൊടുക്കട്ടെ. മറക്കാമീൻ പറയാം, വലിയ മഹാനാണ്. വലിയ മഹാനാണ് അബുൽ ഹസൻ ഷാദുലി. അവർ പറഞ്ഞിട്ടുണ്ട് ഈ വാക്ക്. അവരുടെ ശിഷ്യൻ അബുൽ അബ്ബാസിൽ മുർസി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഒരു കണ്ണിൻ്റെ ഇമ വെട്ടുന്ന നേരം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ കണ്ണിൽ നിന്ന് മറഞ്ഞിട്ടില്ല. ഒരു കണ്ണിൻ്റെ ഇമ വെട്ടുന്ന നേരം നബി എൻ്റെ കണ്ണിൽ നിന്ന് മറഞ്ഞിരുന്നുവെങ്കിൽ മഅദത്തു നഫ്സി മിനൽ മുസ്ലിമീൻ, ഞാൻ എന്നെ മുസ്ലിങ്ങളിൽ എണ്ണുകയില്ല. അപ്പം ഞാൻ മുസ്ലിമല്ല എന്ന് ഞാൻ പറയും. അല്ലാഹ്, അപ്പം നമ്മളൊക്കെ എന്ത് മുസ്ലിമാണ്? അതൊരു അവസ്ഥയാണ്. അവരെ കൽബ് നിറഞ്ഞെടുക്കുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നിപ്പോൾ മുസ്ലിമീങ്ങൾ അങ്ങനെയൊക്കെ വിചാരിച്ചാൽ പോലും ശിർക്കാവെന്ന് വിചാരിക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ ഈ മുസ്ലിമീങ്ങളായിരിക്കും മുശ്രിക്കീങ്ങൾ. എന്തുകൊണ്ട്? അവർ അള്ളാഹുവിലും റസൂലിലും സ്വന്തം നഫ്സിനെ പങ്കുചേർത്തു. ഇവരൊക്കെ വഹാബികൾ മുഴുവൻ മുശ്രിക്കീങ്ങളാണ്. എന്തുകൊണ്ട്? അവർ തജ്ദീദ് ചെയ്യുന്നിടത്ത് പരാജയപ്പെട്ടു. തനിപ്പിക്കുക അള്ളാഹുവിനെയും റസൂലിനെയും. അതാണ് ദീന്. അതിൻ്റെ ഉള്ളിലെ അപ്പുറത്തേക്ക് ആരെ കയറ്റിയാലും മുശ്രിക്കായി. അവരേ ഉള്ളൂ, അത്രയേ കാണുകയുള്ളൂ. ഇതൊന്നും കാണില്ല. ഷെയ്ഖ് ഇതൊക്കെ കിടക്കുമ്പോൾ ഷെയ്ഖ് റസൂലുള്ളാഹിനെ മാത്രം കാണുക. അവിടേക്കാണ് പോയി, അവിടേക്കാണ് എത്തി. ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും എന്നൊരു വാക്കുണ്ട്. അതൊരു സത്യം. കണ്ണിൽ റസൂലേ ഉള്ളൂ, കൽബിൽ റസൂലേ ഉള്ളൂ, അപ്പോൾ കണ്ണിൽ റസൂലേ ഉള്ളൂ. പിന്നെ ശക്തപ്പെടുത്തി അശക്തമാക്കി ബലീഗായ റബ്ബിന്റെ കലാമ് ദൂനഹു അതിൻ്റെ താഴെയാക്കിയ നിലയിൽ ആരെ യദ മുസ്നദീ മദ്ഹിലേക്ക് ചേർക്കപ്പെട്ട ഏതൊരു കയ്യിനെയും, അതായത് ഏതൊരു കൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് എഴുതുകയാണെങ്കിലും അതിനെല്ലാം അശക്തപ്പെടുത്തിയിട്ടുണ്ട് റബ്ബിന്റെ കലാമ്. അതായത് റബ്ബിന്റെ കലാമ് നബിയെ പ്രശംസിച്ച അത്ര ഒരു സാഹിത്യകാരനും അവന്റെ കൈകൊണ്ട് ഇന്ന് വരെ എഴുതാൻ കഴിഞ്ഞിട്ടില്ല, ഇനി കഴിയൂല. മുസ്നദ് മദ്ഹിലേക്ക് ചേർക്കപ്പെട്ടവൻ അവന്റെ കൈയിനെ അശക്തപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും സാഹിത്യ ഭംഗിയുള്ള കലാം അഥവാ ഖുർആനുൽ ശരീഫ് തുനഹു അതിന്റെ താഴെയാക്കിയ നിലയിൽ ആരെ യദ മുസ്നദി മദ്ഹിലേക്ക് ചേർക്കപ്പെട്ട ഏതൊരു കയ്യിനെയും ഒരാൾക്കും
അള്ളാഹു നബിയെ പറ്റി പറഞ്ഞ മാതിരി പറയാൻ കഴിയില്ല. ഹദ്ദില്ലാത്തൊരു കലാമിനെ റസൂലുള്ളാഹിനെ പറയാം, അത് ഖുർആനാണ്. ഖുർആൻ അള്ളാഹിനെ പറ്റി ഹബീബിനെ പറ്റി പറഞ്ഞു. ഖുർആനാണ് റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞതിൽ വിജയിച്ചത്. ബാക്കിയൊക്കെ പരാജയപ്പെട്ടു. ഒരു വൃത്തിയില്ല, ഒന്നുമില്ല. അതിന് ആഴം അവസാനിക്കൂല. ലിക്കുല്ലി ഹദ്ദിൻ മത്ലഉൻ വലിക്കുല്ലി മത്ലഉൻ ഹദ്ദുൻ. അതിന് ഒരായത്തിൽ ഒരാശയം അവസാനിക്കുമ്പോഴത്തിന് അടുത്ത ആശയം തുടങ്ങും. അവിടെ അടുത്ത ആശയം ഉദിക്കും. അത് അവസാനിക്കുമ്പോൾ അടുത്ത ആശയം തുടങ്ങും. റസൂലുള്ളാഹിന്റെ മഹത്വം. അല്ലാഹു നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ.